ശ്രീ പിണറായി വിജയൻ. ഗവർണറുടെ അനുവാദത്തോടുകൂടി ചീഫ് സെക്രട്ടറി പിണറായി വിജയനെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു. തിങ്ങി നിറഞ്ഞ സദസ്സിൻ്റെ ആരവങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പിണറായി വിജയൻ കേരളത്തിൻ്റെ 12ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി വേദിയിലേക്ക് വരികയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെങ്ങുമുള്ള ഏതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ്റെയും മനം കുളിർക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. പിണറായി വിജയൻ വേദിയിലെത്തി സദസ്സിന് നേരെ കൈവീശുന്നു. കേരളത്തിൻ്റെ 12ാമത് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന കാഴ്ച പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നു. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. പിണറായി വിജയനായ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിനാവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. പിണറായി വിജയൻ കേരളത്തിൻ്റെ പുതിയ ഭരണത്തലവനായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. ഗവർണർ പി സദാശിവം അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തിരിക്കുന്നു. പൊതുഭരണം, ആഭ്യന്തരം, വിജിലൻസ്, IT എന്നീ വകുപ്പുകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുക. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചിരിക്കുന്നു. പിണറായി വിജയൻ ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏറ്റെടുത്തിരിക്കുന്നു.